റോബോട്ടിക്സ് ഫോർ ബിഗിനേഴ്സ് സീരീസിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സെൻസറുകളെ കുറിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻസേഴ്സിനെ ആർഡിനോയിൽ എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, പിന്നെ DIY ഹോബി പ്രോജക്ട്സിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ. പ്രീവിയസ് വീഡിയോ പോലെ തന്നെ സിമ്പിൾ ആക്കാനും ഇൻട്രസ്റ്റിംഗ് ആക്കാനും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എന്താണ് സെൻസർ? എൻവയോൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ്, ഈവൻറ്റ്സ്, ചേഞ്ചസ് ഇവയെല്ലാം ഡിറ്റക്ട് ചെയ്യാനും അവയ്ക്കനുസരിച്ചുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യാനും കഴിയുന്ന സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിവൈസസ് അല്ലെങ്കിൽ ഓബ്ജക്ട്സ് ആണ് സെൻസേഴ്സ്. ഫിസിക്കൽ വേൾഡിനെയും ഇലക്ട്രോണിക് വേൾഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സെൻസർ. കോമണായി യൂസ് ചെയ്യുന്ന കുറച്ച് സെൻസേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. ഇൻഫ്രാറെഡ് റേസിനെ സെൻസ് ചെയ്യാൻ കഴിയുന്ന IR സെൻസേഴ്സ്, അൾട്രാസോണിക് സൗണ്ട്സിനെ സെൻസ് ചെയ്യാൻ കഴിയുന്ന അൾട്രാസോണിക് സെൻസേഴ്സ്, ടെമ്പറേച്ചർ സെൻസ് ചെയ്യാൻ കഴിയുന്ന ഹീറ്റ് സെൻസേഴ്സ്, ടച്ച് അല്ലെങ്കിൽ പ്രഷർ മനസ്സിലാക്കാൻ കഴിയുന്ന പ്രഷർ സെൻസേഴ്സ്, അങ്ങനെ ഒത്തിരി സെൻസേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത്? എല്ലാ സെൻസേഴ്സിനും ഇൻപുട്ടും ഔട്ട്പുട്ടും ഉണ്ട്. മെഷർ ചെയ്യാനാകുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇൻപുട്ട്. സെൻസർ എലിമെൻറ്റിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഔട്ട്പുട്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുന്നതനുസരിച്ച് സെൻസേഴ്സിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടിയിൽ ചേഞ്ചസ് വരുന്നു. ഈ ഫോട്ടോ ഡയോഡ് തന്നെ കൺസിഡർ ചെയ്യാം. ഇത് ആംബിയൻ ലൈറ്റിനനുസരിച്ച് റെസിസ്റ്റൻസിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഒരു സെൻസറാണ്. റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന ഈ ചേഞ്ച് നമുക്ക് മനസ്സിലാകുന്നത് അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന സർക്യൂട്ടിലോ മൈക്രോ കൺട്രോളറിലോ ഉള്ള വോൾട്ടേജ് ചേഞ്ചിലൂടെയാണ്. ചില കേസസിൽ ഔട്ട്പുട്ട് വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഒബ്റ്റെയിൻ ചെയ്ത സിഗ്നൽ അനലൈസ് ചെയ്യാൻ സെൻസർ എലമെൻറ്റ് മാത്രം മതിയാകില്ല. അങ്ങനെ വരുമ്പോൾ സെൻസർ എലമെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്ത സിഗ്നലിനെ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ കൺട്രോളറിനനുസരിച്ച് ആംപ്ലിഫൈ ചെയ്യാനും ഫിൽറ്റർ ചെയ്യാനും ഒരു സിഗ്നൽ കണ്ടീഷനിങ് സർക്യൂട്ട് ആവശ്യമാണ്. സെൻസർ എലമെൻറ്റിനെയും കണ്ടീഷനിങ് സർക്യൂട്ടിനെയും ഒരുമിച്ച് സെൻസർ മോഡ്യൂൾ എന്നാണ് പറയുക. എക്സാമ്പിളായി നമുക്ക് മൈക്രോഫോൺ എടുക്കാം. മൈക്രോഫോൺ ഓഡിയോ സിഗ്നൽസിനെ ഡിറ്റക്ട് ചെയ്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് ആക്കി മാറ്റുന്നു. ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് മില്ലി വോൾട്ട്സിലായിരിക്കും. ഒരു സർക്യൂട്ടിനെ ഡ്രൈവ് ചെയ്യാൻ ഈ വോൾട്ടേജ് മതിയാകില്ല. ക്ലാപ്പ് സ്വിച്ചസ് പോലുള്ള സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്ത് സിഗ്നലിൻ്റെ സ്ട്രെങ്ത് കൂട്ടണം. ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ ടൈപ്പ് അനുസരിച്ച് മെയിനായും 2 ടൈപ്സ് ഓഫ് സെൻസേഴ്സ് ആണ് ഉള്ളത്. ഡിജിറ്റൽ സെൻസേഴ്സ്, അനലോഗ് സെൻസേഴ്സ്. ഡിജിറ്റൽ സെൻസേഴ്സ് ഓൺ ഓർ ഓഫ് സ്വിച്ചസ് പോലെയാണ്. ലൈറ്റ്സ് ഓൺ അല്ലെങ്കിൽ ഓഫ്, 1 അല്ലെങ്കിൽ 0, ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അങ്ങനെ. ബട്ട് 0s and 1s മാത്രമല്ല നമുക്ക് വേണ്ടത്, അല്ലേ? നമുക്കിപ്പോൾ LDR യൂസ് ചെയ്ത് ആംബിയൻ ലൈറ്റ് മെഷർ ചെയ്യണം, അല്ലെങ്കിൽ ടെമ്പറേച്ചർ സെൻസർ യൂസ് ചെയ്ത് ടെമ്പറേച്ചർ മെഷർ ചെയ്യണം. അതുമല്ലെങ്കിൽ നമുക്ക് 0ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ മെഷർ ചെയ്യണം. പക്ഷെ എങ്ങനെ? ഇവിടെയാണ് നമുക്ക് അനലോഗ് സെൻസേഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അനലോഗ് സെൻസേഴ്സ് വളരെ സിമ്പിളാണ്. ഈ ടൈപ്പ് സെൻസേഴ്സിന് എക്സ്റ്റേണൽ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേരി ചെയ്യാൻ കഴിയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ആണുള്ളത്. സോ ഇതിൻ്റെ ഹെൽപ്പോടെ നമുക്ക് ലൈറ്റിൻ്റെ കറക്റ്റ് വാല്യൂ മെഷർ ചെയ്യാനാകും. ടിപ്പിക്കലി അനലോഗ് വോൾട്ടേജസ് ആണ് ആർഡ്യൂനോ പോലുള്ള മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ഇൻപുട്ട്. ഇപ്പോൾ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് അതിൻ്റെ ഇലക്ട്രിക്കൽ ഇക്വലൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കി. ഇനി വേണ്ടത് ഒരു ആർഡിനോയുടെ സഹായത്തോടെ ഇത് റീഡ് ചെയ്ത് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്നാണ്. ഒത്തിരി ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് ആർഡിനോയ്ക്കുണ്ട്. ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ് അല്ലെങ്കിൽ GPIO പിൻസ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. ഇവ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രോസസ്സറിലേക്ക് ഇൻപുട്ട് കൊടുക്കാനോ പ്രോസസ്സറിൽ നിന്നും ഔട്ട്പുട്ട് കിട്ടുന്നതിനോ വേണ്ടിയാണ്. സെൻസേഴ്സിൽ നിന്നുള്ള ഡേറ്റ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ പിൻസ് യൂസ് ചെയ്യുന്നത്. ആർഡ്യൂനോയിലെ മൈക്രോ കൺട്രോളേഴ്സിന് ബൈനറി സിഗ്നൽസ് അല്ലെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് ദാറ്റ് ഈസ് 0 or 1 ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് 5 വോൾട്ട് ആർഡ്യൂനോ ബോർഡ് 0 വോൾട്ടിനെ ലോജിക് 0 എന്നും 3 വോൾട്ടിന് മുകളിലുള്ള വോൾട്ടേജിനെ ലോജിക് 1 എന്നും റീഡ് ചെയ്യുന്നു. ആർഡിനോയിലെ ഓൾമോസ്റ്റ് എല്ലാ GPIO പിൻസും ഡിജിറ്റൽ പിൻസായി യൂസ് ചെയ്യാം. അതായത് ഇവ ഡിജിറ്റൽ ഔട്ട്പുട്ട് സെൻസേഴ്സിനെ കണക്ട് ചെയ്യാനും ഡിജിറ്റൽ വാല്യൂ റീഡ് ചെയ്യാനും യൂസ് ചെയ്യാം. അനലോഗ് സിഗ്നൽസിൻ്റെ വാല്യൂ മെഷർ ചെയ്യുന്നതിന് ആർഡിനോയിലെ ചില പിൻസിൽ ബിൽറ്റിൻ ആയിട്ടുള്ള അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഓർ ADC ഉണ്ട്. ഈ ADC സർക്യൂട്ട്സ് അനലോഗ് വോൾട്ടേജിനെ ആർഡ്യൂനോയ്ക്ക് റീഡ് ചെയ്യാൻ കഴിയുന്ന ഡിജിറ്റൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു.
അനലോഗ് സെൻസർ ഇൻപുട്ട് കണക്ട് ചെയ്യുന്ന ഈ പിൻസിനെ അനലോഗ് പിൻസ് എന്നാണ് വിളിക്കുന്നത്. ഡിഫറെൻറ്റ് ബോർഡ്സിൽ ഡിഫറെൻറ്റ് നമ്പേഴ്സ് ഓഫ് അനലോഗ് പിൻസ് ആണുള്ളത്. ഫോർ എക്സാമ്പിൾ, ആർഡിനോ യൂനോയിൽ 6 അനലോഗ് പിൻസ് ഉണ്ട്, A0 to A5. നിങ്ങളുടെ ആർഡിനോ ബോർഡിൻ്റെ പേരും അതിൽ എത്ര പിൻസ് ആണുള്ളതെന്നും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ഡിജിറ്റൽ സെൻസേഴ്സ് കാറ്റഗറിയിൽ തന്നെ മറ്റൊരു സെൻസർ മോഡ്യൂൾ സെറ്റ് ഉണ്ട്. UART ഓർ I2C അല്ലെങ്കിൽ SPI പോലുള്ള ചില സീരിയൽ പ്രോട്ടോകോൾസിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്ത ഡേറ്റയുടെ ഫോമിലായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്. മൈക്രോ കൺട്രോളർ യൂസ് ചെയ്ത് ഡേറ്റ റിസീവ് ചെയ്യുന്നതിന് കമ്മ്യൂണിക്കേഷൻ ചാനൽസിൽ ഒരു ഇൻ്റർഫേസായി ഈ സെൻസേഴ്സ് യൂസ് ചെയ്യുന്നു. ഈ സെൻസർ ഔട്ട്പുട്ട് യൂസ് ചെയ്ത് ആർഡിനോ കോഡിൽ എഴുതി ആർഡിനോ ബോർഡിലേക്ക് അപ്ലോഡ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ലൈക്ക് ആംബിയൻ ലൈറ്റ് ലോ ആയിരിക്കുമ്പോൾ ബൾബ് ഓൺ ആക്കുവാനോ IR സെൻസേഴ്സ് യൂസ് ചെയ്ത് പാത്ത് സെൻസ് ചെയ്യാൻ കഴിയുന്ന ലൈൻ ഫോളോവർ റോബോട്ട് നിർമ്മിക്കുവാനോ ഇത് യൂസ് ചെയ്യാം. ബിഗിനേഴ്സിന് യൂസ് ചെയ്യാനാകുന്ന സിമ്പിൾ സെൻസേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ഏതെങ്കിലും ബിഗിനർ ഫ്രണ്ട്ലി സെൻസേഴ്സിൻ്റെ പേര് അതിൽ മിസ്സായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ആർഡിനോ യൂസ് ചെയ്തിട്ടുള്ള ഈ ലൈൻ ഫോളോവർ റോബോട്ട് നോക്കൂ. ഈ റോബോട്ട് ട്രാക്ക് ഡിറ്റക്ട് ചെയ്യുന്നതിന് IR സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രാക്കിൻ്റെ കളറിനനുസരിച്ച് മൂവ് ചെയ്യാൻ മോട്ടോഴ്സും. ഇവിടെ IR സെൻസർ ആണ് എൻവയോൺമെൻറ്റിനെ സെൻസ് ചെയ്യുന്നതും ഇൻപുട്ട് കളക്ട് ചെയ്യുന്നതും. ഒരു IR ട്രാൻസ്മിറ്റർ ഓർ IR LED പിന്നെ IR റിസീവർ, യൂഷ്വലി ഫോട്ടോ ഡയോഡ്സ്, ഇവ രണ്ടും ചേർന്നതാണ് IR സെൻസർ. ഏത് ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത് അവിടേക്ക് IR LED IR റേസ് എമിറ്റ് ചെയ്യുന്നു. ഇതിനെ ഒരു സർഫസിലേക്ക് കൊണ്ടുവരുമ്പോൾ സർഫസിൻ്റെ കളറിനനുസരിച്ച് ചില IR റേസ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ്, ഇപ്പോൾ കളർ ബ്രൈറ്റർ ആണെങ്കിൽ കൂടുതൽ ഇൻഫ്രാറെഡ് റേസ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. കളർ ഡാർക്കർ ആണെങ്കിൽ സർഫസ് കൂടുതൽ IRനെയും അബ്സോർബ് ചെയ്ത് കുറച്ച് റേസ് മാത്രമാകും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുക. ഈ റിഫ്ലക്റ്റഡ് റേസ് ആണ് ഫോട്ടോ ഡയോഡ് റിസീവ് ചെയ്യുന്നത്. IR റേസിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് ഫോട്ടോ ഡയോഡിൻ്റെ റെസിസ്റ്റൻസിൽ ചേഞ്ചസ് വരുന്നു. അങ്ങനെ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നു. ഒരു IR സെൻസറിൻ്റെ ഹെൽപ്പോടെ ഈസിയായി ലൈൻ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നു. ഈ സിഗ്നൽസിനെ GPIO പിൻസ് വഴി ആർഡിനോയിൽ ഫീഡ് ചെയ്യുന്നു. ആർഡിനോ മോട്ടോർ കൺട്രോൾ ചെയ്യുകയും റോബോട്ട് ഏത് പാത്തിലൂടെ പോകണമെന്ന് ഡിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഈ സെൻസർ യൂസ് ചെയ്ത് റോബോട്ട് പാത്ത് സെൻസ് ചെയ്ത് പ്രോസസ് ചെയ്ത് ബ്ലാക്ക് പാത്തിലൂടെ മാത്രം മൂവ് ചെയ്യുന്നു. സോ ബേസിക്കലി സെൻസേഴ്സ് ഇങ്ങനെയാണ് ഒരു റോബോട്ടിൽ വർക്ക് ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ഏറ്റവും ബേസിക്കായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓട്ടോണോമസ് റോബോട്ടാണ് ലൈൻ ഫോളോവർ റോബോട്ട്. മൈക്രോ കൺട്രോളർ യൂസ് ചെയ്തോ അല്ലാതെയോ നമുക്ക് ലൈൻ ഫോളോവർ റോബോട്ട് ഉണ്ടാക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാം. ഈ സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ റോബോട്ടിൻ്റെ മസിൽസ് ദാറ്റ് ഈസ് മോട്ടോഴ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് മോട്ടോർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോട്ടോഴ്സ്, പിന്നെ എങ്ങനെ നമുക്ക് റോബോട്ട്സിൽ ഇവ യൂസ് ചെയ്യാമെന്നും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. DIY റോബോട്ടിക്സുമായി ബന്ധപ്പെട്ട മറ്റു വീഡിയോസ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ആർഡിനോയും മറ്റു കമ്പോണൻസും യൂസ് ചെയ്തിട്ടുള്ള ഒത്തിരി സ്റ്റഫ്സ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഈ ചാനൽ ചെക്കൗട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.